അപ്പോൾ ബസൂക്കയുടെ സ്റ്റോറിയെ പറ്റി പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് പുലിമുരുകനും ദൃശ്യവും ഒരു വൻ വിജയത്തിൽ നിന്ന് മഹാവിജയമായി മാറി എന്നതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആ വീഡിയോയിലുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ബസൂക്കയുടെ സ്റ്റോറി. നിങ്ങളുടെ കയ്യിൽ ഒരു യുണീക്ക് ത്രെഡ് ഉണ്ടെന്ന് കരുതുക. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു ഫ്രഷ് കൺസെപ്റ്റ്. അത് വെച്ച് നിങ്ങളൊരു പടമെടുക്കുന്നു. സിനിമയിൽ ലീഡ് ചെയ്യുന്നത് ഒരു ടോപ്പ് ടയർ ആക്ടർ ആണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച പ്രേക്ഷകനെ തിയേറ്ററിലേക്ക് കയറ്റാൻ ആ ഒരു ഫാക്ടർ മാത്രം മതിയാവും. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് സിനിമയെ ഏറ്റെടുക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും ആരാണ്? അത് ഫാമിലിയായി സിനിമ കാണാൻ വരുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ 40-ന് മേലെ പ്രായമുള്ള സ്ത്രീകളും 60-ന് മേലെ പ്രായമുള്ള പുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ഫാമിലി. സോ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന യുണീക്ക് കൺസെപ്റ്റ് ഈ പറഞ്ഞ കൂട്ടർക്ക് കണക്ട് ആവാത്ത ഒന്നാണെങ്കിൽ ആ സിനിമ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വളരെ ലേസി ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിൽ എലമെന്റുകൾ ഉണ്ട്. ഇതിന്റെ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന സീരിയൽ കില്ലറിന് പകരം സീരിയൽ സംതിങ് എൽസ് ആണ് സിനിമയിൽ വരുന്നത്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. സോ അതൊരു യുണീക്ക് സംഭവമാണ്. എന്നാൽ നിങ്ങൾ മലയാളം ലാംഗ്വേജിലാണ് ഒരു സിനിമ എടുക്കുന്നതെങ്കിൽ, കേരളത്തിലാണ് ആ സിനിമ പ്രൈമറിലി റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, കേരളത്തിലെ ഓഡിയൻസിന് അത്രയും യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, റോഷാക്കും ഭ്രമയുഗം ഒക്കെ ഹിറ്റ് അല്ലേ എന്ന്. അപ്പോൾ റോഷാക്കിൽ വരുന്ന ബേസിക് കഥയും കഥാപാത്രങ്ങളും എന്താണ്? ഒരമ്മയും അവരുടെ മരുമകളും അവരുടെ മരിച്ചുപോയ മകനും ആ മകൻ കൊലപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ ഭർത്താവും ഒക്കെയാണ് ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ. സോ ഈ പറഞ്ഞ ബന്ധങ്ങളൊക്കെ കേരളത്തിൽ ഒരു സാധാരണ സ്ത്രീ പ്രേക്ഷകനും മനസ്സിലാവും. ഇനി ഭ്രമയുഗത്തിൽ വന്നിരിക്കുന്ന ചാത്തനും മനയും മാടനും മറുതയും ഒക്കെ കേരളത്തിലുള്ള സാധാ ജനങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടുപരിചയമെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ ആ സിനിമകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അതിലെ കോർ എലമെന്റ് സാധാ മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാവും. ഒപ്പം അത് ആസ്വദിക്കാനും കഴിയും. എന്നാൽ ഈ സിനിമയിലെ കോർ എലമെന്റിന് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തിയേറ്ററിൽ എന്റെ തൊട്ടുപുറകിൽ ഇരുന്ന് 50-ന് മേലെ പ്രായം തോന്നിക്കുന്ന 2 പേർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോ കഥ എന്താണ് എന്ന്. അവർ ആ പറഞ്ഞത് കേട്ടതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും.